Hey guys, ഇതാണ് വിവോയുടെ പുതിയ വിവോ S2. വിവോയുടെ S സീരീസ് നമുക്ക് Y സീരീസിന്റെയും V സീരീസിന്റെയും ഇടയ്ക്ക് പ്ലേസ് ചെയ്യാം. വൈറ്റ് ബോക്സ് മുന്നിൽ S2 എന്ന വലിപ്പത്തിൽ എഴുതിയിട്ടുണ്ട്. ബോക്സിന്റെ ഉള്ളിൽ ഫോൺ, ട്രാൻസ്പെറന്റ് കേസ്, ഡോക്യുമെന്റ്സ്, 44 വാട്ടിന്റെ ഫ്ലാഷ് ചാർജർ, ടൈപ്പ് A to ടൈപ്പ് C കേബിളും സിം ടൂളും ഉണ്ട്. S2ന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഡിസൈൻ ആണ്. ഈ കളറിന്റെ പേര് സിൽക്ക് വൈറ്റ്. വെയിലടിക്കുന്ന സമയത്ത് നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം ബാക്കിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്, ഒരു സിൽക്ക് ഫ്ലോ ചെയ്യുന്നത് പോലെ. ആൻഡ് ക്യാമറ മുന്നിൽ ശ്രദ്ധിച്ചോ, വെർട്ടിക്കൽ അല്ല ഹൊറിസോണ്ടൽ ആക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ റീഗൽ ബ്രൗൺ, സഫയർ ബ്ലൂ എന്നിങ്ങനെ മൊത്തം 3 കളേഴ്സിലാണ് വരുന്നത്. ഫോൺ അത്യാവശ്യം വലിപ്പമുണ്ടെങ്കിലും കയ്യിൽ ഹോൾഡ് ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ്. കാരണം ഇതിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എഡ്ജസ് കർവ്ഡ് ആണ്. ആൻഡ് വലിയ ഫോൺ ആണെങ്കിൽ 197 ഗ്രാം മാത്രമാണ് വെയിറ്റ് വരുന്നത്. ബാലൻസ്ഡ് ആണ്. ആന്റണ ലൈൻസ് ഒന്നും കാണുന്നില്ല, സോ മെറ്റാലിക് ഫ്രെയിം അല്ല. പക്ഷേ ബിൽഡ് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒന്നും കാണുന്നില്ല. IP68 IP69 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ മാത്രമല്ല ഫ്രണ്ടിലും നിങ്ങൾക്കൊരു 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ. വളരെ വലിയ 6.8 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനുള്ള 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. 3000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് പോകുന്നുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റിൽ പോലും എനിക്ക് വിസിബിലിറ്റിക്ക് ഒരു പ്രശ്നവും തോന്നിയില്ല. ഓൾറെഡി ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ച് വന്നിട്ടുണ്ട്. ആൻഡ് ഡിസ്പ്ലേക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. HDR10+ സർട്ടിഫൈഡും ആണ്. മുകളിലായിട്ട് പഞ്ച് ഹോൾ ക്യാമറ, താഴെയായിട്ട് നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. അത്യാവശ്യം ഫാസ്റ്റ് ആണ്. എൻ്റെ വിരൽ കുറച്ച് വലിപ്പം കൂടിയതുകൊണ്ട് എനിക്ക് കുറച്ച് താഴെയായിട്ടാണ് തോന്നിയത്. ഇത്രയും കൂടി മുകളിലാണെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ ആണ്. ബട്ട് ഓവറോൾ ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല. ബാക്കിൽ നിങ്ങൾക്ക് 2 ക്യാമറകൾ കാണാം. ആൻഡ് ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഓറ ലൈറ്റ് കാണാം. 50 മെഗാ പിക്സലിന്റെ സോണിയുടെ പ്രൈമറി ക്യാമറയാണ് വരുന്നത്. അതിനോടൊപ്പം ഒരു 2 മെഗാ പിക്സലിന്റെ സെക്കൻഡറി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ സാമ്പിൾസ് കണ്ടു നോക്കാം. പ്രൈമറി ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിന് യാതൊന്നും പറയാനില്ല. ടിപ്പിക്കൽ വിവോ സ്റ്റൈൽ ഫോട്ടോസ് ആണ്. നല്ല ബ്രൈറ്റ് ആണ്, പഞ്ചി ആണ്, വിവിഡ് ആണ്, ക്ലാരിറ്റി ഉണ്ട്, HDR മാനേജ് ചെയ്യുന്നുണ്ട്. നൈസ് ആയിട്ടുള്ള ഫോട്ടോസ് ആണ് വരുന്നത്. ഇനി പോർട്രേറ്റ് മോഡ് കൊടുത്തിട്ടുണ്ട്. പ്രൈമറി ക്യാമറ വെച്ച് തന്നെ നിങ്ങൾക്ക് 28mm, 42mm, 56mm ഷൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് 3-4 ഡിഫറെന്റ് ബോക്കെ മോഡുകളും കൊടുത്തിട്ടുണ്ട്. ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് വീഡിയോസ് 4K 30fps റെസൊല്യൂഷൻ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാണ് വരുന്നത്. ഇനി മുന്നിൽ നിങ്ങൾക്ക് 32 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയാണ് വരുന്നത്. വിവോയുടെ സെൽഫീസ് ഒബ്വിയസ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പിൽ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം വൈഡ് ആയിട്ടും കുറച്ചുകൂടി സൂംഡ് ഇൻ ആയിട്ട് നിങ്ങൾക്ക് സെൽഫി എടുക്കാൻ പറ്റും. ഇനി ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് 4K 30fps വീഡിയോസ് ഷൂട്ട് ചെയ്യാം. ആക്ച്വലി ഫ്രണ്ടിലും ബാക്കിലും 4K ഉണ്ട്. നിങ്ങൾക്ക് ഡ്യുവൽ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഇനി അടുത്ത ഫോട്ടോയിൽ AI പരമായിട്ട് നിങ്ങൾക്ക് AI ഇറേസർ മാത്രമാണ് ഫോട്ടോസ് ആപ്ലിക്കേഷനിൽ കിട്ടുന്നത്. വളരെ സ്ലിം ആയിട്ടുള്ള ഫോണാണ്. 7.9mm മാത്രമാണ് തിക്നെസ്. പക്ഷേ ഈ ഒരു സ്ലിം ഫോണിനകത്ത് 7050 mAh ഒരു എമണ്ടൻ ബാറ്ററി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് 44 വാട്ട്സിന്റെ ഫ്ലാഷ് ചാർജിങ്ങും ഉണ്ട്. സോ ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. സുഖമായിട്ട് നിങ്ങൾക്ക് 1-2 ദിവസത്തിന് മുകളിൽ നിങ്ങൾ നോർമൽ യൂസ് ചെയ്യുവാണെങ്കിൽ കിട്ടും. പെട്ടെന്ന് തന്നെ ഫോൺ ചാർജ് ആവുന്നുണ്ട്. വിവോയുടെ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള ഒരു ബ്ലൂ വോൾട്ട് ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ളത് Dimensity 7360 ടർബോ പ്രോസസർ. 4 നാനോമീറ്ററിന്റെ ചിപ്സെറ്റ് ആണ്. ഏകദേശം ഒരു 9.7 lakhs-ഓളം AnTuTu സ്കോർ തരാൻ പറ്റും. കൂടെ LPDDR4X റാമും UFS 3.1 സ്റ്റോറേജുമാണ് വരുന്നത്. എൻ്റെ കയ്യിലുള്ള വേരിയന്റ് 8GB റാം ആൻഡ് 256GB സ്റ്റോറേജ് വേരിയന്റ് ആണ്. ആൻഡ് ഞാൻ ഗെയിമിംഗ് ഒക്കെ ചെയ്തു നോക്കി. ഹീറ്റിംഗ് കാര്യമായിട്ട് അനുഭവപ്പെട്ടില്ല. ബിക്കോസ് ഇതിനകത്ത് വലിയൊരു വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ട്. ആൻഡ് ഓവറോൾ ഡേ ടു ഡേ യൂസിനാണെങ്കിൽ പോലും ലാഗ് ഗ്ലിച്ച് അങ്ങനെ ഒന്നും കണ്ടില്ല. ഇനി മുകളിലും താഴെയായിട്ട് നിങ്ങൾക്ക് സിമെട്രിക്കൽ ആയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സോ 2 സൈഡിൽ നിന്നും കേൾക്കുന്ന ശബ്ദം ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. ഡ്യുവൽ സ്പീക്കേഴ്സ് ഉണ്ടെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഡ്യുവൽ 5G സിം ഇടാനായിട്ട് പറ്റും. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു സപ്പോർട്ട് കണ്ടില്ല. താഴെയായിട്ട് നിങ്ങൾക്ക് USB Type C പോർട്ട് ഉണ്ട്. USB 2.0 ആണ്. NFC-യുടെ ഒരു ഓപ്ഷൻ കണ്ടില്ല. ഡിവൈസിനകത്ത് നിങ്ങൾക്ക് ഒറിജിൻ OS 6 വരുന്നത്. ഒറിജിൻ OS 6 നിങ്ങൾക്ക് 3 ഇയേഴ്സിന്റെ OS അപ്ഡേറ്റ്സും 5 ഇയേഴ്സിന്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും പ്രോമിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യെസ്, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള UI തന്നെയാണ്. ആനിമേഷൻസ് ഒക്കെ വളരെയധികം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 1-2-3 തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് കാണാനായിട്ട് പറ്റും. അതൊക്കെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ആസ് യൂഷ്വൽ വി ആപ്പ് സ്റ്റോർ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു UI എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ ഒറിജിൻ OS-നകത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട്. ഈ ഒരു ഓഫീസ് കിറ്റ്, പിന്നെ ഒരു ഒറിജിൻ ഐലൻഡ്, അതൊക്കെ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. AI ഇറേസറിന്റെ കാര്യം പറഞ്ഞു. അതല്ലാതെ AI പരമായിട്ട് ഇപ്പൊ നോട്ട്സിനകത്ത് പോവുകയാണെങ്കിൽ AI ക്രിയേഷൻ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. കൂടാതെ യെസ്, നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർക്കിൾ ടു സെർച്ച് 2.0 വെർഷൻ, പിന്നെ ഗൂഗിൾ ജെമിനി, AI കോൾ ട്രാൻസ്ലേറ്റ്, ഇതെല്ലാം ലഭിക്കുന്നുണ്ട്. സോ ഓവറോൾ വിവോ പറയുന്നത് ഈ ഒരു വിവോ S2 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഓൾമോസ്റ്റ് ഒരു 40 to 45K പ്രൈസ് സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല ഡിസൈൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള, കാണാനായിട്ട് നല്ല ലുക്കുള്ള, നല്ല ഡ്യൂറബിലിറ്റി ഉള്ള, കിഡിലനായിട്ട് ബാറ്ററി നിൽക്കുന്ന, അത്യാവശ്യം നല്ല സ്ക്രീനിലുള്ള ഡേ ടു ഡേ ലൈഫിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയുള്ള ഒരു ഡിസൈൻ സെൻട്രിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയിട്ടാണ് ഇതിനെ ഒരു പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതിനൊക്കെയാൽ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണുകളുടെ അവസ്ഥ. നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് ഇഷ്ടപ്പെട്ടത്, ഇതിനെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.